പ്രിയ സഹോദരി സഹോദരന്മാരെ, വലിയ വേദനയോടെയാണ് നമുക്കേവർക്കും പ്രിയങ്കരനായ ഈ കാലഘട്ടത്തിന്റെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തെക്കുറിച്ച് അറിഞ്ഞത്. പത്രോസിന്റെ 266ാമത്തെ പിൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും പ്രിയങ്കരനായ പാപ്പയാണ്. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പേരില്, ഭാരതത്തിന്റെ പേരില് ദുഃഖാർത്തരായ എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയെ ദൈവം തന്റെ വലതുഭാഗത്ത് നിത്യസമ്മാനത്തിന് അർഹരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തുവിന്റെ ഹൃദയത്തിനോട് ചേർന്ന് നിന്ന ഒരു പാപ്പയാണ്. ചരിത്രത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ പോലെ തന്നെ ഏറ്റവും ജനകീയനായ ഒരു മാർപ്പാപ്പയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാർപ്പാപ്പയാണ്. എല്ലാവരുടെയും പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, ഒപ്പം തന്നെ കാരുണ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഹൃദയം എന്നും ശക്തമായി ജ്വലിക്കുമായിരുന്നു. അദ്ദേഹം പാവപ്പെട്ടവരുടെ പ്രത്യേക കാരുണ്യമുണ്ടായിരുന്നു. അർജന്റീനയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ എന്ന നിലയിൽ പാവപ്പെട്ടവരുടെ വേദന കണ്ടറിഞ്ഞ് അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരെ സഹായിച്ച പാപ്പാക്ക് ഇന്ന് ലോകത്തെ മുഴുവൻ കീഴടക്കാനായി. അദ്ദേഹത്തിന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും വളരെ പ്രോഗ്രസീവാണെന്ന് തോന്നുമെങ്കിലും സഭയുടെ, കത്തോലിക്ക സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയില്ല. വളരെ പ്രോഗ്രസീവാണ്, അതേസമയത്ത് കൺസർവേറ്റീവ് ആണ്. അദ്ദേഹം അടിസ്ഥാന പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, ഒപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ജനങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. വളരെ സിമ്പിൾ ലൈഫ് നയിച്ച മാർപ്പാപ്പ തന്റെ മരണപത്രത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെറിയൽ, ഒരു മൃതസംസ്കാരം തന്നെ നടത്തുന്നത്. ഏറ്റവും ലളിതരോടുകൂടി, എളിമയോടുകൂടി പ്രവർത്തിച്ച വ്യക്തിത്വമാണ് മാർപ്പാപ്പയുടേത്. അതേസമയത്ത് സത്യം സ്നേഹത്തോടെ ആരോടും തുറന്നു പറയാൻ, എല്ലാവർക്കും വേണ്ടി ജീവിക്കാൻ അദ്ദേഹം തന്റെ പാപ്പസ്ഥാനത്തെ ഉപയോഗിച്ചു. മാർപ്പാപ്പയോട് പല അവസരങ്ങളിൽ, പ്രത്യേകിച്ച് CBCI പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ മാത്രമല്ല, എന്റെ മുൻഗാമികളായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസും ക്ലീമിസും മറ്റുമൊക്കെ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വിളിച്ചിരുന്നു. ഈ വിവരം പ്രൈം മിനിസ്റ്റർ മോഡിയോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. മാർപ്പാപ്പയ്ക്ക് പ്രൈം മിനിസ്റ്ററും മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അത് സാധിക്കാതെ പോയി. എങ്കിലും മാർപ്പാപ്പയോട്, നമ്മളോട് എല്ലാവരോടും ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു എന്ന് എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള പല അവസരങ്ങളിൽ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ് പിതാവിന്റെ പക്കലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മയ്ക്ക് മുമ്പിൽ, മാർപ്പാപ്പ നൽകിയ നല്ല മാതൃകകളുടെ മുമ്പിൽ, പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനോഭാവത്തിന് മുമ്പിൽ, സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, അത് പ്രവാസികളാവട്ടെ, പാവപ്പെട്ടവരാകട്ടെ, അടിച്ചമർത്തപ്പെട്ടവരാകട്ടെ, കാരാഗൃഹത്തിലുള്ളവരാകട്ടെ, പാവപ്പെട്ട എല്ലാവർക്കും വേണ്ടി ശക്തമായി ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായി തീരുന്നതിന് വേണ്ടി മാർപ്പാപ്പ പ്രവർത്തിച്ച നല്ല മാതൃകകളും നല്ല ആഹ്വാനങ്ങളും ലോകം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ചരിത്രത്തിലെ പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന ഏവർക്കും അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം പാപ്പയുടെ മാതൃക നമുക്ക് പിൻചെല്ലാം. ഫ്രാൻസിസ് പാപ്പയെ പിതാവിന്റെ വലതുഭാഗത്ത് അർഹനാക്കി നിത്യസമ്മാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു.